ഹായ് ഫ്രണ്ട്സ്, 2024 ജൂൺ എക്സാം പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇത്തവണ തന്നെ ഉറപ്പായിട്ടും നമ്മൾ നെറ്റ് നേടേണ്ടതിൻ്റെ ആവശ്യകതകളാണ്, അല്ലെങ്കിൽ ആരൊക്കെ ഇത്തവണ നെറ്റ് നേടിയിരിക്കണം, ഈ രണ്ട് കാര്യങ്ങളാണ് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പഠനത്തിലേക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമ്മൾ വരേണ്ട സമയമാണിത്. അപ്പം അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് 2024 ജൂൺ എക്സാം റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ പഠനം എങ്ങനെ തുടങ്ങണം, എന്താണ് സ്ട്രാറ്റജി എന്നുള്ളതൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളെ മനസ്സിലാക്കി എങ്ങനെ പഠിക്കാം എന്നുള്ളത്, നമ്മുടെ ജനറൽ പേപ്പറിൻ്റെയും മെയിൻ പേപ്പറിൻ്റെയും നമ്മുടെ പെർഫോമൻസിനെ നമ്മൾ ട്രാക്ക് ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ നമുക്ക് കഴിഞ്ഞ പരീക്ഷയിൽ ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന അബദ്ധങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും, എന്താണ് ആവശ്യം, എന്താണ് നമുക്ക് വേണ്ടാത്തതെന്ന് മനസ്സിലാക്കി ഒഴിവാക്കി കൃത്യമായിട്ട് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. പഠന രീതികൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ സിലബസിൽ മാറ്റങ്ങളുണ്ടോ ഇല്ലയോ, എന്താണ് സിലബസിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങൾ ജനറൽ പേപ്പറിന്റെ മെയിൻ പേപ്പറിനെ നമ്മൾ മനസ്സിലാക്കി, പരീക്ഷാ രീതികൾ നമ്മൾ മനസ്സിലാക്കി, കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം, ഓരോരുത്തർക്കും ഉതകുന്ന രീതിയിലുള്ള ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു. കൃത്യമായിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജീസ് ട്രാക്കുകൾ മാറ്റി നമ്മൾ പ്ലാൻ ചെയ്തു. റീഡിംഗ് കോംപ്രഹെൻഷന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി, അത് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്തു നമ്മൾ മനസ്സിലാക്കി. അതിന്റെ ചോദ്യങ്ങൾ ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇത് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 100% നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ സിലബസ് എന്നുള്ളൊരു ഘടകമുണ്ട്. സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ജനറൽ പേപ്പറിന്റെയും മെയിൻ പേപ്പറിന്റെയും അതിന്റെ നോട്ടുകളും അതിന്റെ പഠനവും, അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ ലിങ്ക് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ എല്ലാ ലിങ്ക് നമ്മൾ ടെലിഗ്രാം ചാനലിലും ഇതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നൽകാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, എന്നിട്ടും നമ്മൾ കാര്യക്ഷമമായി പഠനത്തിലേക്ക് എത്തുന്നില്ല. UGC നെറ്റ് 2024 ജൂൺ എക്സാമിന്റെ അപ്ലിക്കേഷൻ നമുക്കൊരു ഏപ്രിലൊക്കെ പ്രതീക്ഷിക്കാം. അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പഠനം തുടങ്ങുക എന്നുള്ള രീതി ആവുമ്പോൾ നമുക്ക് ഇത്തവണയും മിസ്സാവും. അങ്ങനെ നമ്മൾ ഇത്തവണ മിസ്സാക്കരുത്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരൊക്കെ ഇത്തവണ വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് നെറ്റ് നേടിയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ UGC നെറ്റ് ജനറൽ പേപ്പറിന്റെ യൂണിറ്റ് 10 ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ 2020 മുതൽ NEP വളരെ കൃത്യമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി പഠിക്കുന്നതാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, എന്താണ് അത് ലക്ഷ്യമിടുന്നത്, ഏത് രീതിയിലാണ് നടപ്പിലാക്കുന്നത്, 2030 വിദ്യാഭ്യാസ രംഗം വളരെ കാര്യക്ഷമമാക്കുക, 2030 കാര്യക്ഷമമാക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ലക്ഷ്യമിട്ടൊക്കെയാണ് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. MPhilന്റെ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്തതാണ്, നിർത്തലാക്കി. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ MPhil എടുത്തവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ സിലബസ് ആണ്, പരീക്ഷാ രീതികളാണ്. 2018 ഡിസംബറിലാണ് നമ്മുടെ നിലവിലുള്ള സിലബസ് വരുന്നത്. അപ്പോൾ ഈ സിലബസിലേക്ക് എത്തുമ്പോഴും പരീക്ഷ CBT ആകുമ്പോഴും നമുക്കുണ്ടായ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അതിലേക്ക് എത്തി ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പരീക്ഷ എഴുതി തുടങ്ങി. അപ്പൊ നമ്മൾ അതിൽ ഓക്കെ ആയി തുടങ്ങി, പരീക്ഷ എഴുതാം, നെറ്റ് നേടാം എന്നുള്ള രീതിയിലൊക്കെ ആയി തുടങ്ങി. അപ്പൊ നമ്മൾ വീണ്ടും ഓക്കെ അടുത്ത പരീക്ഷയ്ക്ക് നോക്കാം. ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ പലർക്കും ഉണ്ട്.
പല കാരണങ്ങൾ, പരീക്ഷയ്ക്ക് പോകുന്നില്ല, പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്നില്ല, ദൂര സ്ഥലങ്ങളിൽ സെന്ററുകൾ ലഭിക്കുന്നു എന്നുള്ള രീതിയിൽ പല ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പരീക്ഷ മിസ് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് പരീക്ഷ ഒഴിവാക്കിയിരിക്കുന്നത്, എന്തുകൊണ്ട് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഓക്കെ അടുത്ത തവണ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ വിട്ട് കളയുന്നു. അങ്ങനെ വിടാതിരിക്കാനുള്ള ഒരു കാരണം കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, നെറ്റ് എക്സാം ജൂണിൽ മസ്റ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, നമ്മുടെ സിലബസിലെ മാറ്റം വരാൻ പോകുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കമ്മിറ്റി രൂപീകൃതമായിട്ടുണ്ട്, അതിന്റെ മാറ്റങ്ങൾ ഇനി വരും. അപ്പോൾ ഈ വരുന്ന സിലബസ് ഒരു പക്ഷേ ഡിസംബറിൽ മാറിയേക്കാം. അതായത് 2024 ഡിസംബർ എക്സാം ആകുമ്പോഴേക്കും ഒരു പക്ഷേ നമുക്ക് പുതിയ സിലബസ് വന്നേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതാലോ എന്നുള്ളത് നമ്മൾ കരുതും. എന്നാൽ നിലവിൽ PG കഴിഞ്ഞവരും അതുപോലെ തന്നെ വളരെ മുമ്പേ PG ഒക്കെ ചെയ്ത് ഇപ്പൊ നെറ്റിനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരും അതുപോലെ നെറ്റ് കിട്ടി JRFനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ അത് വലിയൊരു തിരിച്ചടിയാവും. കാരണം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നെറ്റിന്റെ കട്ട് ഓഫ് ക്രൈറ്റീരിയ 6%, അതായത് ടോട്ടൽ പങ്കെടുത്തവരിൽ നിന്ന് 6%. അപ്പൊ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാം നമ്മൾ PG ഫസ്റ്റ് ഇയറിന് ചേരുമ്പോൾ തന്നെ ഇപ്പോൾ കുട്ടികളെല്ലാം തന്നെ നെറ്റിനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ഇതിന്റെ വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലടക്കം ഒട്ടനവധി സോഴ്സുകളിൽ നിന്നും ഇവർക്ക് ഇതിന്റെ വിവരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. എന്താണ് പരീക്ഷ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഇനി അവർക്ക് അറിയില്ലെങ്കിൽ അവരത് ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. നിലവിലുള്ള സിലബസ് മാറി പുതിയ സിലബസ് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് 1ാം വർഷവും 2ാം വർഷവും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. അപ്പൊ നിലവിൽ 1-2 വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നവർ ആ രീതിയിലേക്ക് മാറേണ്ടത് വലിയൊരു അത്യാവശ്യമായിട്ട് വരും. അപ്പൊ ആ മാറ്റം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. നമ്മൾ 2018 മുതൽ ഇന്ന് നിൽക്കുന്ന ഈ സിലബസിലേക്ക് തന്നെ മാറി വന്നതേ ഉള്ളൂ. ആ ഒരു സമയമാകുമ്പോഴേക്കും അടുത്ത സിലബസ് വന്നു. ഇതിന് വ്യക്തമായിട്ട് UGC പറയുന്ന ഒരു കാര്യം, ഈ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിട്ട് പോലും നെറ്റ് ലഭിക്കുന്നവരുടെ എണ്ണത്തിൽ വർഷാവർഷം കുറവുകളൊന്നും സംഭവിക്കുന്നില്ല. 2022 ശേഷം ഏറ്റവും കൂടുതൽ നെറ്റ് ലഭിക്കുന്നത് 1ാം വർഷവും 2ാം വർഷവും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അവർ ഈ ഒരു മേഖലയിൽ മുഴുവൻ സമയവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം എന്താണ്? നമ്മൾ ഇതിന് സമയം കൊടുക്കണം, പഠിക്കണം, കാര്യങ്ങളെ മനസ്സിലാക്കണം. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിലബസ് മാറുമ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുമോ, കട്ട് ഓഫ് ക്രൈറ്റീരിയയിൽ മാറ്റം വരുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. നിലവിൽ അങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്. കട്ട് ഓഫ് ക്രൈറ്റീരിയയിലും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. 6% തന്നെയായിരിക്കും. അതായത് ടോട്ടൽ പങ്കെടുക്കുന്നവരിൽ 6% തന്നെയായിരിക്കും. പക്ഷെ സിലബസിൽ ഒരു മാറ്റം വരുമ്പോൾ വളരെ നേരത്തെ PG കഴിഞ്ഞവരും അതുപോലെ തന്നെ നിലവിലുള്ള PG സിലബസിൽ PG കഴിഞ്ഞവരും അതുപോലെ തന്നെ JRFനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ തന്നെ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ ഒരു മാറ്റത്തെ ഇപ്പോൾ പഠിച്ചു വരുന്ന കുട്ടികൾ ഉൾക്കൊള്ളുന്നത് പോലെ നേരത്തെ ഉള്ളവർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. നമുക്കറിയാം CBT ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ പേർ പെർഫോം ചെയ്യുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിന്റെ കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റും JRF ഒക്കെ വളരെ അത്യാവശ്യമാണ്. എനിക്കത് നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ജൂൺ എക്സാം നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ പഠനത്തിലേക്ക് വരിക എന്നുള്ളതാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മൾ തുടക്കത്തിലെ PYQ മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് യാതൊരു കാരണവശാലും നെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതിലേക്കൊന്നും പോകാതിരിക്കുക. PYQ പ്രാക്ടീസ് ചെയ്യുന്നതിലല്ല കാര്യം. സിലബസിലുള്ള കാര്യങ്ങളെ അറിയുക. ഓരോ യൂണിറ്റ് പഠിക്കും തോറും അതിൽ നിന്ന് വന്നിരിക്കുന്ന PYQ ഏതൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ സാധിക്കുക. ഓരോ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന യൂണിറ്റിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ചോദ്യങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക.
മെയിൻ സബ്ജക്റ്റിൽ 100 ചോദ്യങ്ങളും നമുക്ക് ജനറൽ പേപ്പറിൽ 50 ചോദ്യങ്ങളുമാണ്. അപ്പൊ മാക്സിമം മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ നിന്നാണ്. ജനറൽ പേപ്പറിൽ മാർക്ക് നേടേണ്ടത്. മലയാളം പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് ജനറൽ പേപ്പറിൽ വളരെ മാർക്ക് കുറയുന്നത് കാണാറുണ്ട്. എവിടെയാണ് നമുക്ക് മാർക്ക് കുറയുന്നത് എന്ന് കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കിനെ ഒരു സ്മാർട്ട് വർക്കിലേക്ക് മാറ്റുക എന്നുള്ളത് പഠന രീതി. അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളത്, എന്താണ് സ്മാർട്ട് വർക്ക്, അതെങ്ങനെ നമുക്ക് ഹാർഡ് വർക്കിൽ നിന്ന് സ്മാർട്ട് വർക്കിലേക്ക് മാറ്റാം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. പഠനം നിങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് മിസ്സാവും. കാരണം ഇനി വരുന്ന കുട്ടികൾക്ക് ഈ സിലബസിലെ മാറ്റങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, അവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും, മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പൊ നിലവിൽ PG ഫസ്റ്റ് ഇയർ പഠിക്കുന്നവരും അതുപോലെ തന്നെ PG കഴിഞ്ഞ് ഇറങ്ങിയവരും ഒക്കെ തന്നെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ സബ്ജക്റ്റിൽ അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അവരുടെ ഒരു പഠന രീതി ഒരു പക്ഷേ ഫസ്റ്റ് പേപ്പറിന് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടാണെങ്കിൽ വളരെ നേരത്തെ ഈ ഒരു ടച്ചൊക്കെ വിട്ട് നിൽക്കുന്നവർക്ക് അവർ മെയിൻ പേപ്പറിലും അതുപോലെ തന്നെ ഫസ്റ്റ് പേപ്പറിലും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠനം കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മൾ ജനുവരി മുതൽ ചെയ്ത വീഡിയോസിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പൊ PYQന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ചാനലിലും PYQ പ്രാക്ടീസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ കൊമേഴ്സിന്റെ ചോദ്യം വേണമെന്ന് പലരും പറയും, അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ചോദ്യങ്ങൾ അതിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. പഠന രീതി അതല്ല. ആദ്യം മുതലേ നമ്മൾ ഈ PYQ പ്രാക്ടീസ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായ രീതിയാണ്. PYQ മാത്രം പ്രാക്ടീസ് ചെയ്ത് നെറ്റ് നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ട് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിന്റെയും ജനറൽ പേപ്പറിന്റെയും സിലബസിനെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. കൺസിസ്റ്റൻസി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഉണ്ടാകുന്ന സിലബസിലെ മാറ്റം ഈ ഒരു എഫേർട്ട് മതിയാവില്ല. നമ്മൾ ഇതിന്റെ ഇരട്ടിയൊക്കെ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകും. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠനം കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, മെയിൻ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകി മാക്സിമം മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ നോക്കുക. ഇനി ജനറൽ പേപ്പറിൽ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം, ഏത് രീതിയിൽ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. ആ കാര്യം നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി 2024 ജൂണിലേക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ജനറൽ പേപ്പർ പഠിച്ച് മാക്സിമം മാർക്ക് അതിൽ സ്കോർ ചെയ്യാം, ആ കാര്യം നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇനി അങ്ങോട്ട് എല്ലാ രീതിയിലും നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാവും. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ സിലബസിൽ വരുന്ന മാറ്റവും പരീക്ഷാ രീതിയിൽ വരുന്ന മാറ്റവും അവർ ഈ വിഷയവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിലെ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവും. നമ്മളിവിടെ മെയിൻ പേപ്പറിലെ 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 200 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ജനറൽ പേപ്പറാണ്. അവർ അതിൽ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ അവർക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.